എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ ഉണ്ണിയപ്പത്തിൽ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ പഴമോ ഒന്നും സോഫ്റ്റ് ആകാൻ വേണ്ടി ചേർക്കുന്നില്ല. വെജിറ്റബിൾ ഓയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ ദിവസം കേടാകാതെ ഇരിക്കും. ഇനി നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. 200 മില്ലിയുടെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് ഇത്. ഇത് കുതിർത്ത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏകദേശം അതേ അളവിൽ തന്നെ ശർക്കരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കി വെക്കണം. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ ശർക്കര തണുക്കും. ശർക്കരയെല്ലാം ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒഴിക്കുമ്പോൾ വിട്ടുപോകാത്ത പരുവാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. കുറച്ചും കൂടി ഒന്ന് വറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വറ്റിപ്പോകാതെ നോക്കണം. അരി ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അഥവാ ഈ കൂട്ടൊന്ന് ലൂസായി പോയെങ്കിൽ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അരക്കപ്പ് ചോറ്, കുറച്ച് തേങ്ങ ചിരകിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 3 ഏലക്ക ഇവയും എടുത്തിട്ടുണ്ട്. എള്ള് ചേർക്കേണ്ടവർക്ക് എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് വറുത്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ കൂട്ടിൽ ചേർക്കാറാവുമ്പോഴത്തേക്കും ഈ തേങ്ങാക്കൊത്ത് തണുത്തിരിക്കും. നെയ്യിലാണ് ഈ തേങ്ങാക്കൊത്ത് ഇവിടെ വറുത്തെടുക്കുന്നത്. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇത് ഓഫാക്കി വെക്കാം. ബാക്കി ഇരുന്ന് കുറച്ചും കൂടി മൂത്ത് വരും. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ അരച്ച് ചേർക്കണം. അതിനുവേണ്ടി വെള്ളം ഉപയോഗിക്കുന്നില്ല. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് കുറച്ച് അരിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങായും എടുത്തു വെച്ചിരിക്കുന്ന ചോറും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതിനി അരിപ്പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ച് ചേർക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. മാറ്റി വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ശർക്കര കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും ഒന്ന് കല്ലിലിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഉണ്ണിയപ്പം ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ചോറ് അരച്ച് ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിൽ ഒരു 1/4 ഭാഗം വരെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഉണ്ണിയപ്പം ഇതുപോലെ പൊങ്ങി
പൊട്ടി വരുന്ന സമയം തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് കുറച്ച് മാറിപ്പോവും. ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിൽ എണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. കൂട്ടും കൂടി ഒഴിക്കുമ്പോൾ ഒന്ന് നികന്നു വരാൻ പാകത്തിന് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയ തീയിലാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ണിയപ്പം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം, എന്നാലേ ഉള്ളൊക്കെ വെന്ത് ഇത് നന്നായിട്ട് വരികയുള്ളൂ. ഉണ്ണിയപ്പം ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം. ഇത് വളരെ ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.